ടെക്നിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്തിനാ പൈസ മുടക്കി കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്? നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഇപ്പം ഏകദേശം എത്രയോ നാളുകളായി ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മൈൻഡ് പൈ ട്രെയിനിങ് എന്നൊക്കെ പറയുന്ന ഒരുപാട് തരത്തിലുള്ള ഒരു മേഖലയും പരിചിതമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, വെറും ടെക്നിക്ക് മാത്രം ചെയ്യാനാണെങ്കിൽ ഒരു 100 കണക്കിന് ടെക്നിക്ക് യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യാനാണെങ്കിൽ, സംഭവിക്കാനാണെങ്കിൽ ഈ ടെക്നിക്കുകളെല്ലാം യൂട്യൂബിലുള്ള ടെക്നിക്ക് നിങ്ങൾ ചെയ്താൽ പോരെ. നിങ്ങളിതിനെ കാശ് മുടക്കി ഒരാളുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് എല്ലാ ദിവസവും ടെക്നിക്ക് വാങ്ങണേ. എന്താ സംഭവം? ചിന്തിക്കുന്നില്ലേ? ചിന്തിച്ചിട്ടില്ലേ? ചിന്തിച്ചൂടെ? കാരണം വേറൊന്നുമല്ല, ഇപ്പോഴും ലോ ഓഫ് അട്രാക്ഷനെ ഒരു മാജിക്കാക്കി നിർത്തിയിരിക്കുന്നുണ്ട്. അത് കേൾക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. കാരണം എഫേർട്ട് എടുക്കണമെന്ന് പറയുമ്പോൾ പുറകോട്ട് വലിയുന്ന ആൾക്കാരാണല്ലോ കൂടുതൽ. കാരണം എഫേർട്ട് എടുക്കുന്ന, മെൻ്റലി എഫേർട്ട് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്കറിയാം, സൈക്കോളജിക്കൽ മെത്തേഡ്സ് അനുസരിച്ച് ജീവിക്കണം. 8 സ്റ്റെപ്സ് ഉണ്ട്. ആ സൈക്കോളജിക്കൽ മെത്തേഡ്സ് ഓരോ വ്യക്തിയുടെ ലൈഫിൽ അവർ ചെയ്യേണ്ടത് ഓരോന്നാണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ലൈഫ് പാറ്റേൺ, ദെയർ ലൈഫ് കർമ്മ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അത് ചെയ്യാതെ ഒരു ടെക്നിക്ക്, ഓക്കെ, എന്തിനാ ടെക്നിക്ക് വേണ്ടേ? തീർച്ചയായും ടെക്നിക്സ് വേണം. ടെക്നിക്സിൻ്റെ ഉദ്ദേശം മാജിക് ഒന്നുമില്ല. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോക്കകത്ത് പറയുന്ന കാര്യമാണ്, തലച്ചോറിനകത്ത് ന്യൂറോണെ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ മാത്രമാണ് ടെക്നിക്സ് എന്ന് പറയുന്നത്. തലച്ചോറിനകത്ത് ന്യൂറോൺ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നിശ്ചിതമായൊരു വഴിയിലൂടെ ഒരു പ്രത്യേക ഫോർമാറ്റിൽ ചിന്തകളെ ക്രോഡീകരിക്കാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. അത് പലതരത്തിലുള്ള ടെക്നിക്സ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം തന്നെ ചെയ്യുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ കാര്യമാണ് മടി, റെപ്പറ്റീഷൻ വരുമ്പോൾ. ആ റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പല വഴികളിലൂടെ പല സംഗതികൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമ്മൾ ബ്രെയിനിലേക്ക് കൊടുക്കുന്നു. ഓഫ് കോഴ്സ് സൈക്കോളജി അറിയാവുന്നവർക്കറിയാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് എന്താ പറയുന്നത്, അതിന് ലേയേഴ്സ് അറിയാവുന്നവർക്കറിയാം ഇതെങ്ങനെയാണ് ഒരു മാനിഫെസ്റ്റേഷൻ്റെ തലത്തിലേക്ക് എത്തുക എന്നുള്ളത്. പക്ഷേ അതിനകത്ത് തന്നെ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യേണ്ടത് 100%, 10% മാത്രം ചെയ്തു വെച്ചിട്ട് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതോ 100% റിസൾട്ട്, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ. അതേപോലെ തന്നെ ടെക്നിക്സിനെ മാത്രം ആശ്രയിക്കുന്നു. ഇപ്പം നമുക്കറിയാം എന്തൊക്കെ തരത്തിലുള്ള ടെക്നിക്സാണ് ലോകത്തുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് മെത്തേഡുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഉദ്ദേശം എന്താണ് അറിയില്ല പലർക്കും. അതല്ലെങ്കിൽ വിഷൻ ബോർഡുണ്ട്, എന്താണ് ഉദ്ദേശം അറിയില്ല. 5-5-5 മെത്തേഡ്, 3-3-3 മെത്തേഡ്, ആ മെത്തേഡ്, ഈ മെത്തേഡ്, എന്തുമാത്രം ടെക്നിക്സ് ഉണ്ട്. വാട്ടർ ബോട്ടിൽ മെത്തേഡ്, അല്ലെങ്കിൽ ഓപ്പൺ മെത്തേഡ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇന്നും മാത്രമൊക്കെ ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലേക്ക് ഗ്രോത്ത് വന്നിട്ടില്ലെങ്കിൽ ചിന്തിക്കേണ്ടത് ടെക്നിക്സ് കൊണ്ട്. ഞാനിത് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി 1ാമത്തെ കൊല്ലം തൊട്ട് എല്ലാവരോടും പറയുന്ന കാര്യമാണ്. ടെക്നിക്സ് മാത്രമല്ല കീ. ടെക്നിക്സ് മാത്രം കൊണ്ട് കാര്യമില്ല. ടെക്നിക്സ് വെറും ഒരു, നിങ്ങൾ എടുത്തു നോക്കി, 2020-2021 ഞാൻ പറഞ്ഞിട്ട് വീഡിയോ അത് കിടപ്പുണ്ട്. ടെക്നിക്സ് അല്ല കീ. അതൊരു എന്താ പറയുന്നത്, ചിന്തകളെ ക്രോഡീകരിക്കുന്ന ഒരു ഏരിയ മാത്രം. പക്ഷെ അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഒരു വ്യക്തിയുടെ എനർജി, ആ വ്യക്തി കടന്നുപോയ സിറ്റുവേഷൻ, അവരുടെ കർമ്മ, അവരുടെ പാറ്റേൺ, അവരുടെ കൂടെയുള്ള വ്യക്തികൾ, ഇത്രയും ഘടകങ്ങൾ ഒരു വ്യക്തിയുടെ ലൈഫിൻ്റെ സക്സസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പഴയ അതേ രീതിയിൽ നമ്മൾ ജീവിച്ചിട്ട്, പഴയ അതേ തീരുമാനങ്ങൾ എടുത്തിട്ട്, പഴയ അതേ ആശയങ്ങൾ വിശ്വസിച്ച് പോന്നിട്ട് പുതിയ അതിൻ്റെ കൂടെ ആഡ് ഓൺ പോലെ കുറേ ടെക്നിക്സ് മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം മാറുമെന്ന് വിശ്വസിക്കുന്നത്, ഇപ്പോഴും അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താ അവരെ പറയുക? 1. 2, ടെക്നിക്സിനെ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ടെക്നിക്സിനെ ഒരു ഭയങ്കര മാജിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ട് ആ ടെക്നിക്കാണ്, ഈ ടെക്നിക്കാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഈ ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് വർക്കൗട്ട് ആവാത്തതിൻ്റെ കാര്യം ചെയ്യുന്ന വ്യക്തിയുടെ എനർജി, അവരുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം, അവരുടെ ക്യാരക്ടർ, ഇങ്ങനെ ഒരുപാട്, ഇപ്പം അവരുടെ പാറ്റേൺ ഓഫ് ലൈഫ്, അവരുടെ കർമ്മ, അവരുടെ കൂടെയുള്ള വ്യക്തികളുടെ എനർജി, അവരേറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് അഫർമേഷൻസ്, അങ്ങനെ പല കാര്യങ്ങളും അവർ ലൈഫിൽ മാറ്റാതെ പോയിട്ട് ആ ടെക്നിക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് നടന്നില്ല. ഇനി നിങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ
ഞാൻ ഞാൻ 2021 തോന്നുന്നു നിങ്ങളൊന്നും വിശ്വസിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. കാരണം വിശ്വാസമൊന്നും ഒരു അടിസ്ഥാനമല്ല. ന്യൂറോൺ ജനറേറ്റ് ആയോ മാനിഫെസ്റ്റ് ആവും. പിന്നെ അത് എങ്ങനെയാകും എന്നുള്ളത് ഓരോ വ്യക്തി എനർജി അനുസരിച്ച്. നിങ്ങൾ ഹയർ എനർജി ആണെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയ കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവും. നിങ്ങൾ ലോവർ എനർജി ആണെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയ കാര്യം കൊണ്ട് ദുഃഖം ഉണ്ടാവും. സിമ്പിൾ. അപ്പം മനസ്സിലാക്കി. ഇനിയെങ്കിലും ഞാൻ നോക്കുന്നത്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് 6 വർഷമായി. ഈ 6 വർഷം കൊണ്ട് എന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ടെക്നിക്സ് കൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ കണ്ട ടെക്നിക്സിന് അപ്പുറത്തേക്ക് ഒന്നും ഒരു കോഴ്സിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങളൊരു കോഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ട്രക്ചറിങ് ഉണ്ട്. ഇപ്പോൾ 10 ദിവസം 20 ദിവസം 30 ദിവസം അല്ല 40 ദിവസം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സ്ട്രക്ചറിങ് ഉണ്ട്. ആ സ്ട്രക്ചറിങ് ഫോളോ ചെയ്യുമ്പോൾ പോലും എന്താ സംഭവിക്കുന്നത്? കൃത്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തലച്ചോറിനകത്ത് ന്യൂറോൺ ഉണ്ടാവും. ഇപ്പോൾ എത്ര വലിയ സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, എല്ലാവരും പറയുന്ന ഏറ്റവും സിമ്പിൾ കാര്യം എന്താ? നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നമ്മളുടെ ബ്രെയിനിനെ ഒരു 21 ദിവസം, അതെല്ലാവരും പറയുന്ന കാര്യമല്ലേ, 21 ദിവസം ഒരു കാര്യത്തിനെ കൃത്യമായ രീതിയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും, അത് നമ്മുടെ ശീലമാകും. അത് ഏത് തിയറിയാണ്? അത് ഏത് സൈക്കോളജിയാണ്? ആ മിനിമം സംഭവം ചിന്തിച്ചാൽ മതി. അതിന് ചിലപ്പോൾ എന്തോ സിസ്റ്റമാറ്റിക് വേ വേണമായിരിക്കും. ഓക്കെ, ഇപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ നിങ്ങൾ ടെക്നിക്സ് ചെയ്യും. പക്ഷെ അപ്പോഴും ടെക്നിക്സ് കൊണ്ട് മാത്രം പ്രോബ്ലം തീരുമോ? തീരത്തില്ല. ഞാൻ ആദ്യം തൊട്ട് ലോ ഓഫ് അട്രാക്ഷൻ തുടങ്ങി കാലം തൊട്ട് പറയുന്ന കാര്യമാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവം, അത് പറഞ്ഞല്ലോ, ഓരോ വ്യക്തിയും ഈ ഭൂമിയിലേക്ക് വന്നേക്കുന്ന ഓരോ പർപ്പസിനാണ്. ഓരോരുത്തരും. അത് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങളുടെ പ്രായം എന്തോ, ആ പ്രായം വരെ നിങ്ങൾ ഫേസ് ചെയ്ത സിറ്റുവേഷൻ എന്തോ, ആ സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ പാറ്റേൺ ഓഫ് ലൈഫ്. നിങ്ങളുടെ കൂടെയുള്ളത് എങ്ങനെയുള്ള ബന്ധമാണ്, അങ്ങനെ പല പല ഫാക്ടേഴ്സ്, അതിൻ്റെ എല്ലാം ആകത്തുകയാണ്. എന്നിട്ടോ ഇതെല്ലാം നമ്മുടെ മുന്നിൽ വന്നിട്ടും അതെങ്ങനെ ചെയ്യും, എന്നെക്കൊണ്ട് പറ്റുമോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതാണ്, ബ്രെയിനിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ബ്രെയിൻ എങ്ങനെയാണ് ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഫോഴ്സ്ഫുള്ളി മനസ്സിലാക്കാൻ അവസരം ഉണ്ടായിട്ട് നമ്മളുടെ മടി കൊണ്ടും നമ്മുടെ താല്പര്യമില്ലായ്മ കൊണ്ടും എഫേർട്ട് എടുക്കാനുള്ള മടി കൊണ്ടും ലോ ഓഫ് അട്രാക്ഷനകത്ത് ആന സംഭവിക്കും, മാജിക് സംഭവിക്കും എന്ന് വിശ്വസിച്ച ആൾക്കാർ ഇരിപ്പുണ്ടെങ്കിൽ അവർ കുറേ കൂടെ സമയം നഷ്ടപ്പെടുത്തി കളയുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ടെക്നിക്സ് മാത്രം കിട്ടുന്നൊരു ഏരിയയിൽ നിന്ന്, എവിടെ ആയിക്കോട്ടെ, ഏത് ടെക്നിക്സ് നിങ്ങൾക്ക് ടെക്നിക്സ് കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, നിങ്ങളുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു 100,000 ടെക്നിക്സ് ഉണ്ട്, നിങ്ങൾ ഏത് ചെയ്തോ മാനിഫെസ്റ്റ് ആവും. അല്ലാണ്ട് ലോകത്ത് ഒരു ട്രെയിനറും ഒരു പ്രത്യേകതരം സംഭവം സീക്രട്ടായിട്ട് ഒളിപ്പിച്ച് വെച്ച് ഈ സീക്രട്ട് എൻ്റെ മാത്രം, അങ്ങനെയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ടെക്നിക്സിലാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ, പക്ഷെ മനസ്സിലാക്കേണ്ടത്, ടെക്നിക്സിനകത്ത് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ വ്യക്തിയും അവരുടെ പർപ്പസ്, അല്ലെങ്കിൽ അവരുടെ പാറ്റേൺ, അതല്ലെങ്കിൽ അവരുടെ കർമ്മ, ഓരോന്നും ഏത് രീതിയിലാണോ, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണോ, അത് ഏത് രീതിയിലാണോ അവരുടെ ലൈഫിനെ ഫ്രെയിം ചെയ്യുന്നത്, സോളിന് വേണ്ടതും സോൾ എന്താണ്, മൈൻഡ് എന്താണെന്നൊക്കെ ബോധ്യം ഉണ്ടാവണം. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളതിനെക്കുറിച്ചൊക്കെ 100,000 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ടതിനേക്കാൾ മുകളിലേക്ക് ലൈഫ് പോകും. കാരണം ന്യൂറോൺസ് ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതിന് ഏതവൻ പറഞ്ഞാലും ന്യൂറോൺ ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം വിശ്വസിച്ചില്ലെങ്കിലും നടക്കും. പിന്നെ അത് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ആണോ പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ ആണോ എന്നുള്ളത് അവനവൻ്റെ പാറ്റേൺ ഓഫ് ലൈഫ്, അവനവൻ്റെ എനർജി, അവനവൻ്റെ വേ ഓഫ് തിങ്കിങ്, അവനവൻ്റെ കൂടെയുള്ള വ്യക്തിയുടെ ഊർജം, ഇതെല്ലാം അനുസരിച്ചിരിക്കും. സിമ്പിൾ.